കോതമംഗലത്ത് മതം മാറാൻ പ്രേരിപ്പിച്ചതിനെ തുടർന്ന് പെൺകുട്ടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആൺസുഹൃത്തിനെതിരെ പോലീസ് കരുക്കൾ നീക്കി തുടങ്ങി. സോന എൽദോസിന്റെ മരണത്തിലാണ് പറവൂർ സ്വദേശി റമീസിനെതിരെ പോലീസ് നടപടിയെടുക്കുന്നത്. യുവാവിനെതിരെ പരാതി ലഭിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ മരണത്തിന് ഉത്തരവാദി റമീസാണെന്നും വ്യക്തമാക്കുന്നുണ്ട്. പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങൾ റമീസിനും കുടുംബത്തിനും എതിരെ പ്രത്യക്ഷ തെളിവുകളാണ്. മതം മാറാൻ പ്രേരിപ്പിച്ചെന്ന ആരോപണം പെൺകുട്ടി കത്തിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ട പുരുഷൻ ചതിച്ചുവെന്ന വികാരത്തിലാണ് സോന ആത്മഹത്യ ചെയ്തത്. താൻ ഇഷ്ടപ്പെട്ട ആൺസുഹൃത്ത് ഇമ്മോറൽ ട്രാഫിക്കിൻ്റെ വഴിയെ പോയത് പെൺകുട്ടിക്ക് വലിയ ആഘാതം സൃഷ്ടിച്ചു. TTC വിദ്യാർത്ഥിനിയായിരുന്നു മരിച്ച സോന. സോനയുടെ ആത്മഹത്യാക്കുറിപ്പ് നമുക്ക് ഇങ്ങനെ വായിക്കപ്പെടാം. ഇങ്ങനെ ചതിക്കപ്പെട്ട് ജീവിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. ഇമ്മോറൽ ട്രാഫിക്കിന് പിടിച്ച റമീസിനോട് ഞാൻ ക്ഷമിച്ചു. പക്ഷേ അവൻ വീണ്ടും വീണ്ടും എന്നോട് സ്നേഹമില്ലെന്ന് തെളിയിച്ചു. എല്ലാം മറന്ന് ഇറങ്ങിച്ചെന്ന എന്നോട് മതം മാറാൻ നിർബന്ധിച്ചു. രജിസ്റ്റർ മാരേജ് നടത്തിത്തരാമെന്ന വ്യാജേന അവൻ്റെ വീട്ടിലെത്തിച്ചു. കുടുംബക്കാരെ കൊണ്ട് മതം മാറിയാൽ കല്യാണം നടത്താമെന്ന് പറയിപ്പിച്ചു. റമീസ് ചെയ്ത തെറ്റുകൾ അവൻ്റെ വീട്ടിൽ ഉമ്മയും ഉപ്പയും അറിഞ്ഞിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാത്തത് എനിക്ക് അവരോട് അകൽച്ചയുണ്ടാക്കി. സഹദ് എന്ന കൂട്ടുകാരൻ എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞ റമീസിനെ പിന്തിരിപ്പിച്ചു. വീണ്ടും എന്നെ തിരിച്ച് വീട്ടിലേക്ക് എത്തിച്ചു. മതം മാറാൻ സമ്മതിച്ച എന്നോട് പിന്നീടും റമീസും നാട്ടുകാരും കൂട്ടുകാരും കുടുംബക്കാരും ക്രൂരത തുടർന്നു. മതം മാറിയാൽ മാത്രം പോരാ, തൻ്റെ വീട്ടിൽ നിൽക്കണമെന്നും കർശനമായി പറഞ്ഞു. ചെയ്ത തെറ്റിന് ഒട്ടും തന്നെ കുറ്റബോധമോ എന്നോട് സ്നേഹമോ റമീസിൽ ഞാൻ കണ്ടില്ല. എന്നോട് മരിച്ചോളാൻ റമീസ് സമ്മതം നൽകി. വീട്ടിൽ ഇനിയും ഒരു ബാധ്യതയായി നിൽക്കാൻ സാധിക്കുന്നില്ല. അപ്പൻ്റെ മരണം തളർത്തിയ എന്നെ മുകളിൽ പരാമർശിച്ച വ്യക്തികൾ ചേർന്ന് ഇന്ന് മരണത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഞാൻ പോകുന്നു. അമ്മയും ചേട്ടനും എന്നോട് ക്ഷമിക്കണം. ഞാൻ അപ്പൻ്റെ അടുത്തേക്ക് പോവുകയാണ്. സോനയുടെ ആത്മഹത്യാക്കുറിപ്പടക്കം കണ്ടെത്തിയതോടെ കുടുംബം റമീസിനെതിരെ രംഗത്ത് വന്നു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ താൽക്കാലിക ജീവനക്കാരനാണ് റമീസ്. ഇയാൾക്കെതിരെ പോലീസ് ഉടൻ കേസെടുക്കും. അതേസമയം റമീസും കുടുംബവും കല്യാണത്തിന് മതം മാറണമെന്ന് നിർബന്ധിച്ചുവെന്നും മർദ്ദിച്ചുവെന്നുമാണ് ആരോപണം. കോതമംഗലം സ്വദേശിനി സോന ശനിയാഴ്ചയാണ് ജീവനൊടുക്കിയത്. വീട്ടിൽ കൊണ്ടുപോയി പൂട്ടിയിട്ട് സോനയെ റമീസും കുടുംബാംഗങ്ങളും മർദ്ദിച്ചുവെന്നും പെൺകുട്ടിയുടെ സഹോദരൻ പറഞ്ഞു. കോളേജ് കാലത്താണ് ഇരുവരും പ്രണയത്തിലാകുന്നത്. പിന്നീട് വിവാഹമാലോചിച്ച് റമീസിൻ്റെ ഉപ്പയും ഉമ്മയും വീട്ടിൽ വന്നു. കല്യാണം കഴിക്കണമെങ്കിൽ മതം മാറണമെന്നും ഇല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് പുറത്താക്കുമെന്നും അവർ പറഞ്ഞിരുന്നു. മതം മാറാമെന്ന് സോന അവരോട് പറഞ്ഞു. ഈ സമയം അച്ഛൻ മരിച്ചിട്ട് 40 ദിവസം മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ. 1 വർഷം കഴിഞ്ഞ് വിവാഹം നടത്താമെന്ന് ഞങ്ങൾ പറഞ്ഞു. ഇതിനിടെ റമീസിനെ ഇമ്മോറൽ ട്രാഫിക്കിന് ലോഡ്ജിൽ നിന്നും പിടികൂടി. എന്നിട്ടും സോന ക്ഷമിച്ചു. ഇനി രജിസ്റ്റർ മാരേജ് ചെയ്യാമെന്ന് അവൾ റമീസിനോട് പറഞ്ഞു. കൂട്ടുകാരുടെ വീട്ടിലേക്കെന്ന് പറഞ്ഞ് വീട്ടിൽ പോയി അവിടെ നിന്ന് റമീസ് സോനയെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വീട്ടിൽ കുടുംബക്കാരും കൂട്ടുകാരും ഉണ്ടായിരുന്നു. സോനയെ മുറിയിൽ പൂട്ടിയിട്ട് മർദ്ദിച്ചു, മാനസികമായും പീഡിപ്പിച്ചു. ഇത്തരം ആരോപണങ്ങളാണ് റമീസിനെതിരെ നിലനിൽക്കുന്നത്. റമീസിനെ ഉടൻ കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കമാണ് പോലീസ് തുടരുന്നത്. ഏതായാലും ലവ് ജിഹാദ് എന്ന ആരോപണവും ഇതിന് പിന്നിൽ മുറുകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്.